എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എല്ലാവർക്കും എൻ്റെ ഉമാ മഹേശ്വരം ചാനലിലേക്ക് സ്വാഗതം. വന്ദേ ശംഭുമാപതിം സുരഗുരും വന്ദേ ജഗൽകാരണം വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവന്യനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. ഓം ശ്രീ ഗുരുവായൂരപ്പ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഹരിനാമ കീർത്തനത്തിൻ്റെ 1-ാമത്തെ ശ്ലോകം. അതെല്ലാവരും കണ്ടു കാണുമെന്നും എല്ലാവർക്കും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. ഇന്ന് ഹരിനാമ കീർത്തനത്തിലെ 2-ാമത്തെ ശ്ലോകമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് ഹരിനാമ കീർത്തനത്തെക്കുറിച്ച് കുറച്ചും കൂടി അറിയാൻ ശ്രമിക്കാം. അതായത് മലയാള ഭാഷയുടെ പിതാവാണല്ലോ നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ. അദ്ദേഹം സ്വരാക്ഷരങ്ങൾ ആദ്യം കുറിക്കുന്നത് പോലെ തന്നെ, ആദ്യാക്ഷരം കുറിക്കുന്നത് പോലെ തന്നെ ഹരിനാമ കീർത്തനത്തിലെ ശ്ലോകങ്ങൾ അക്ഷരങ്ങൾ കൊണ്ട്, മലയാള അക്ഷരങ്ങൾ കൊണ്ട് കുറിച്ചിരിക്കുന്നത്. ആദ്യം ഓങ്കാരമായ പൊരുൾ, ഒന്നായ നിന്നയിഹ, ആനന്ദചിന്മയ, അർക്കാനലാദി, ഇവ 4 ശ്ലോകങ്ങളും കഴിഞ്ഞിട്ട് ഓങ്കാര പൊരുൾ എന്ന അർത്ഥത്തിലുള്ള ഓങ്കാരം, പ്രണവാകാരം, അത് വെച്ചിട്ടാണ് ഓങ്കാരമായ പൊരുൾ. അത് കഴിഞ്ഞിട്ട് 2-ാമത് ഹരിശ്രീ ഗണപതയേ നമ എന്ന് നമ്മൾ എഴുതുടങ്ങും. അതുപോലെ തന്നെയാണ് ഹരിനാമകീർത്തനം. ശ്രീമൂലമായ പ്രകൃതിങ്കൽ, ഗർഭസ്ഥനായി കുവി, നത്താരിൽ മാനിനി, പച്ചക്കിളി പവിഴ, തത്വത്തിലുള്ളിലുദയം, എൻ പാപമൊക്കെ, നക്ഷത്രപംക്തികൾ, മത്പ്രാണനും പരനും. ഇങ്ങനെ ആ ഹരിശ്രീ ഗണപതയെ എന്ന അക്ഷരം കുറിക്കുന്ന അതേ രൂപത്തിലാണ് തുഞ്ചത്ത് എഴുത്തച്ഛനത് രചിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നു സ്വരാക്ഷരങ്ങൾ. ആ ആ ഇ ഈ ഉ ഊ ആ ഒരു രീതിയിൽ അടുത്ത ശ്ലോകങ്ങൾ രചിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. ഖ ഖ ഗ ഖ ങ ച ച ആ ഒരു രൂപത്തിലാണ്, അതിൻ്റെ ഒരു ഇതിലാണ് അടുത്ത ശ്ലോകങ്ങളെല്ലാം രചിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് യാരാലാവാശാഷ, യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, രവികോടി തുല്യം ഒരു ചക്രം കണക്കെ, അങ്ങനെ ആ ഒരു രീതിയിലാണ് അടുത്ത ശ്ലോകങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവസാനം വരുന്നുണ്ട് ശരിയാതൊരക്ഷരം അതിങ്കേന്ന്, കരുണാപയോധി മമ ഗുരുനാഥനി സ്തുതിയെ എന്ന്. മൂന്നാമത് വരുന്നുണ്ട് മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം എന്ന്. അങ്ങനെ ആദ്യവും അവസാനവും 3-4 ശ്ലോകങ്ങൾ വ്യത്യസ്തമായിട്ട്, ബാക്കിയെല്ലാം നമ്മൾ ആദ്യാക്ഷരം കുറിക്കുന്നത് പോലെ. അതിനൊരു പ്രത്യേക കാരണം കൂടി ഉണ്ട്. ഇത് ഒരു വേദാന്ത കൃതിയാണ്. അതായത് ആത്മീയത. ഇതിൽ നമ്മൾക്ക് ആത്മീയതയെക്കുറിച്ച് മനസ്സിലാക്കാൻ എളുപ്പമായ രീതിയിൽ എളുപ്പമായ രീതിയിലാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി 2-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഒന്നായ നിന്നെ ഇഹ, രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായ ഇണ്ടൽ ബധ മിണ്ടാവതല്ല മമ, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിക നാരായണായ നമ. അതാണ് 2-ാമത്തെ ശ്ലോകം. ആ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഒന്നായ നിന്നേഹ. അപ്പൊ ആദ്യത്തെ ശ്ലോകമായിട്ട് അനുബന്ധമായിട്ടാണ് വരുന്നത്. പരബ്രഹ്മമാണ് ഒന്നായ ഭഗവാൻ. ഒന്നായ നിന്നേഹ, അതിനെ രണ്ടായി കാണുന്നു. രണ്ടായി കാണുന്നത് ഈ മായാപ്രപഞ്ചം.
അത് ഭഗവാനും പ്രപഞ്ചവും ഇതിൽ രണ്ടായിട്ട് വരുന്നുണ്ട്. അത് രണ്ടായി ഒന്നായ നിന്നേക രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഇണ്ടൽ. അതായത് ഇണ്ടൽ എന്ന് പറഞ്ഞാൽ സംശയം. ഒരു ഭഗവാൻ പരബ്രഹ്മം എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്ന നമുക്ക് രണ്ടാമതൊന്ന് കാണുമ്പോൾ സംശയം ഉണ്ടാവുക, ഏതാണെന്നൊരു സംശയം. ഈ സംശയം കൊണ്ട് നമുക്ക് ചെറിയ പരിഭ്രാന്തി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താവും, ഒരു ഭയം പോലെ. സംശയം തീർന്നില്ലെങ്കിൽ നമുക്കൊരു ഭയമാണ്, അതിൻ്റെ ക്ലിയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സംശയം തീർക്കാൻ എന്താണൊരു വഴി, എന്താണ് അതിന് കാരണമെന്ന് ആലോചിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കതിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമുക്ക് എന്താവും, ഭയമായി വരും. അപ്പോൾ അത് പറയാണ്, ആ ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഭഗവാനെ. ഒന്നായ നിന്നേക രണ്ടെന്ന് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ഇണ്ടല്, എൻ്റെ മനസ്സിലെ സംശയം, അതുകൊണ്ടുണ്ടാകുന്ന പരിഭ്രാന്തി, അതുകൊണ്ടുള്ള ഭയം കൊണ്ട് എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥ വന്നിരിക്കുന്നു. പണ്ടേ കണക്കെ വരുവാൻ, അതായത് ഒന്ന് എന്നുള്ള അവസ്ഥ, ഒന്നെന്നുള്ള അവസ്ഥയിൽ എന്നെ എത്തിക്കാൻ എന്താണ് ഒരു ഉപായം, അതിനെന്താണ് മാർഗം, അതിനെന്താണ് ഇങ്ങനെ ബുദ്ധിമുട്ടാനുള്ള കാരണം എന്ന് ആണ് ആ രണ്ടാമത്തെ ശ്ലോകത്തിലെ അർത്ഥം. പക്ഷെ ഇവിടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നത് ജീവാത്മാ പരമാത്മാ ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പരമാത്മാവിൽ നിന്ന് വന്നതാണ് നമ്മളായ ജീവാത്മാക്കള്. ഈ ജീവാത്മാക്കള് ഈ പ്രകൃതി, മായയായ പ്രകൃതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട് അവിടത്തെയോട്ട് ഇഴുകിച്ചേർന്ന് നമ്മൾ ജീവിതമാകുന്ന ആ ഒരു ക്ലേശമായ ഒരു രഥത്തിൽ നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. ഭയങ്കര ദുഃഖങ്ങളും പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആത്മാവിന് വിഷമം തോന്നുകയാണ്, ഇതിനെന്താണ് ഒരു കാരണം, ഇങ്ങനെ ഇത് ഉണ്ടാവാൻ, ഈ ക്ലേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവാൻ എന്താണ് ഒരു കാരണം എന്ന്. അപ്പോൾ അതിനൊരു സംശയം നിവാരണം വേണം. ആ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് പണ്ടേ കണക്കുള്ള ഒരു ആനന്ദം നമുക്കുണ്ടാവാൻ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഭഗവാനോട് പറയാ, പണ്ടേ കണക്കെ വരുവാൻ ഞാൻ എന്ത് ചെയ്യണം, ഈ ക്ലേശത്തിൽ നിന്ന് കരകയറാൻ എന്താണ് മാർഗം. അപ്പോൾ അതിൽ പറയുന്നു, ജീവൻ മുക്തിയാണ് ആ കരകയറുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ ജീവൻ മുക്തി ഉണ്ടാവാൻ നമുക്ക് എന്ത് വേണം, അതിന് സാധന വേണം, ഉപാസന വേണം. അപ്പോൾ അത് നമുക്ക് എവിടുന്ന് കിട്ടണം, ഭഗവാനിൽ നിന്ന്, ആചാര്യനിൽ നിന്ന് തന്നെ കിട്ടണം. അതിന് എങ്കിൽ കൃപാവലികൾ ഉണ്ടാകണം. നാരായണ, ആ കൃപാകടാക്ഷം ഉണ്ടാകണമെങ്കിൽ എനിക്ക് ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും കടാക്ഷം ഒരുപോലെ ഉണ്ടാകണം. ആ ക്രമത്തിൽ കയറി അത് മനസ്സിലാക്കി പോവാൻ. അതാണ് ഇവിടെ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ഹരിനാമ കീർത്തനം എന്ന് പറയുന്നത് വളരെ മഹത്തരമായ ഒരു ജപമാണ്. ഇത് ഏത് വീട്ടിലാണോ ആരാണോ ജപിക്കുന്നത് അവർക്ക് ആ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും പിന്നെ ശ്രേയസ്സും എല്ലാ പുരുഷാർത്ഥങ്ങളും നമുക്കവിടെ ലഭിക്കും. കാരണം ദിവസവും നമ്മൾ അത് ജപം ചെയ്യണം. ആ ജപത്തിലൂടെ ഭഗവാനോടൊപ്പം ആരാണ് നിൽക്കുന്നത്, സാക്ഷാൽ മഹാലക്ഷ്മി ദേവി. പിന്നെ അവിടെ എന്തെങ്കിലും കുറവുണ്ടാകുമോ? ഒരു അല്ലലും ദുഃഖവും ഒന്നും ഉണ്ടായില്ല. കാരണം അത് നമ്മൾ വായിക്കുമ്പോൾ ഈ ആധ്യാത്മികത വളർത്തുന്ന ഒരു കൃതിയാണ് ഹരിനാമ കീർത്തനം. അപ്പോൾ നമ്മൾ എന്തിന് ഈ ഭൂമിയിൽ വന്നു, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മൾ അതിനുവേണ്ടി ക്ലേശിക്കുന്നത് എന്തിനാണ്, ആ ക്ലേശം മാറ്റാൻ എന്താണ് ഒരു ഉപായം, നമ്മുടെ ഈ ജീവിത ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണെങ്കിൽ അതിന് എന്തൊക്കെ നമ്മൾ സാധനങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു അറിവ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഭക്തി ഒന്ന് മാത്രം മതി. സാക്ഷാൽ ഗുരുവായൂരപ്പനെ ഗുരുവായി കണ്ടുകൊണ്ട് എല്ലാ സംശയങ്ങളും നിവർത്തിച്ചു തരണമെന്ന് അദ്ദേഹത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ സർവ്വ സംശയങ്ങളും തീരും. അപ്പോൾ നമുക്ക് ജീവൻ മുക്തിക്കുള്ള മാർഗം ഗുരുവായി വന്ന് നമുക്ക് അരുളി ചെയ്യും. നമ്മളിൽ കൃപാകടാക്ഷം ഉണ്ടാകും. ഇതാണ് ഇന്നത്തെ രണ്ടാമത്തെ ശ്ലോകത്തിലെ അർത്ഥം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഞാൻ മൂന്നാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ട് അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ
വിഷ്ണു ഹരി നാരായണായ നമഃ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബധ മിണ്ടാവതല്ല മമ. പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിക. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ.